അപ്പം നമ്മൾ ബില്ല കേവ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു റിക്രിയേഷൻ ഹാളും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സും ഒക്കെയാണ്. പിന്നെ ഒരു ചെറിയ കിച്ചണുണ്ട്. ഇവിടെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യമാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ല. അപ്പോഴത്തെ ഇവിടെ വന്നപ്പം നമുക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി. ഭായി ആപ്പാ നാം ക്യാ? ഇഷാഖ്. ഇഷാഖ്. ഓ हेलो जी भैया, मेरा नाम विपिन. विपिन तो केरला का नाम जैसा है. नहीं भैया, मेरा बिहार से नहीं हूँ, यूपी से. अच्छा अच्छा. और आप दोस्त है? हाँ, आपका नाम क्या है? MD सैदुल्ला. सैदुल्ला. आप? സയ്യദ് ഇദ്രൂസ്. സയ്യദ് ഇദ്രൂസ്. അപ്പോൾ അതെ ഒരു 4 പേരെ നമുക്ക് ഇവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരും ഈ ഗുഹ കാണാൻ വേണ്ടി വന്നതാണ്, ബില്ല കേവ്സ്. അപ്പോൾ നമുക്ക് കുഞ്ഞിനെയും കൂടി അകത്തോട്ട് കൊണ്ടുപോകാമെന്നാണ് തോന്നുന്നത്. ഈ കേവ് കണ്ടിട്ട് ആകപ്പാടെ ഭയങ്കര ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ചിന്തിക്കാൻ പറ്റാത്ത, ഉച്ച നേരത്ത് തന്നെ വന്നത് നന്നായി. എവിടെയാണേലും നമ്മളെ തമ്പുരാൻ ഒരു പരുവത്തിൽ കറക്റ്റ് ടൈമിൽ എത്തിക്കും. അപ്പോൾ ഇവിടെ വന്ന് കയറുന്നതിന് 50 രൂപയാണ് പ്രവേശന ഫീസ്. വളരെ മനോഹരമായ ഒരു കൊത്തുപണിയോടുകൂടി നിൽക്കുന്ന ഒരു പാറക്കഷ്ണം പോലെയാണ് ഇവിടുത്തെ കേവിൻ്റെ ഒരു ഗുണം. ഇത് കണ്ടോ, വളരെ മനോഹരമായിട്ട് ചിത്രപ്പണികൾ ചെയ്ത ഒരു കരിങ്കല്ല് പോലെയാണ് ഈ കേവ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ നിന്നും വെള്ളമൊക്കെ ഒഴുകി ചെറിയ പാളികൾ പോലെ തൂങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലത്താണ് അത് കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു റേറ്റ് ഇങ്ങനെയാണ്. പത്ത് മണി മുതൽ 5:30 വരെയാണ് ഇവിടെ പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ആളുകളെയാണ് കുട്ടികളായിട്ട് കരുതുന്നത്. അപ്പോൾ ശരി, നമ്മൾ പതിയെ അകത്തോട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ ഒന്ന് വെളിയിലിറക്കുകയാണ്. ആദ്യമായിട്ട് അവൾ കേവിൽ കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ഹലോ, നമസ്കാരം. പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോഴത്തെ ഞാനും കുഞ്ഞിയും കൂടി വാ ഇവിടെ ഹാ. അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടി പതിയെ ബില്ല കേവ്സിൻ്റെ അകത്തോട്ട് പോവുകയാണ്. കുഞ്ഞി സ്ലോ. വളരെ മനോഹരമായ ഒരു കേവാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ കുറച്ച് കാഴ്ചകളുണ്ട്. അതൊക്കെ എന്താണെന്ന് വഴിയേ പോയി മനസ്സിലാക്കാം. അപ്പോഴത്തെ നമുക്ക് കിട്ടിയ സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. കുഞ്ഞി അപ്പോഴത്തെ നമ്മൾ കേവിൻ്റെ അകത്തോട്ട് കയറുകയാണ്. കുഞ്ഞിയും ഞാനിവിടെ പതിയെ കേവ് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ 4 സൈഡിൽ നിന്നും കേവ് ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുകയാണ്. ഓ, ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഒരു മലയിടുക്കി ഇടിഞ്ഞു പോയതാണ്. അതുതന്നെയാണ് ഈ കേവിൻ്റെ പ്രത്യേകത. അടുക്കടുക്കായിട്ടുള്ള പാറകൾ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഓരോ കല്ലൊക്കെ താഴോട്ട് തൂങ്ങി നിൽക്കുന്നത്. കൊള്ളാം. അപ്പത്തെ ഇവിടെ എല്ലാം സിമെൻ്റ് ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇരിക്കടി അവിടെ ഇരുന്ന്. വാ.
ബില്ലാ കേവിനുള്ളിൽ കുട്ടികളുണ്ടായിരുന്നു. അവര് കുഞ്ഞിനെയായിട്ടിരിക്കുന്ന ആ ഒരു സീൻ കണ്ടോ? അവൾ ആരായിട്ടും ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് കമന്റ് കൊടുത്താൽ മതി, അവൾ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ്. ഇത് കണ്ടോ, വളരെ കൂളായിട്ട് മക്കളുടെ കൂടി ഇരിക്കുന്നതുണ്ടോ? അവർ ഇത് ബില്ലാ കേവ്സ് കാണാൻ വന്നവരാണ്. മലയുടെ നടുഭാഗം ഇടിഞ്ഞു പോയതാണ്. അപ്പം ഞങ്ങൾ ഗുഹയ്ക്കുള്ളിലോട്ട് പോവുകയാണ്. കുഞ്ഞി ഡി, ഇവിടെയും വവ്വാലുകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ്. രാത്രിയാകുമ്പോൾ വവ്വാലുകൾ വന്ന് തൂങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് കേവിൻ്റെ ഉൾഭാഗം. നമുക്ക് നരിച്ചീറുകളെ ഇവിടെയും കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതിനകത്തെല്ലാം നരിച്ചീറുകൾ ഇരിപ്പുണ്ട്. ആ കറുത്തിരിക്കുന്നതൊക്കെ നരിച്ചീറുകളാണ്. അപ്പോൾ ഇതാണ് ഗുഹയുടെ മറ്റൊരു ഭാഗം. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. കുഞ്ഞിനെ പിടിച്ചാൽ എങ്ങാനും കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടിയല്ല. ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. ഇതിവിടം കൊണ്ട് സ്റ്റോപ്പാണ്. ഇത്ര മനോഹരമാണ് നോക്കി ബില്ലാ കേവ്സ്. ഇത് വവ്വാലും പ്രാവും ഒക്കെയാണ് കേട്ടോ. പ്രാവാണ് കൂടുതൽ. വൈകിട്ടാവുമ്പോൾ പ്രാവുകൾ വന്ന് ചേക്കേറുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ പതിയെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് മാത്രമാണ് ആയിരിക്കുന്നത്. ഇത് പുറത്തുനിന്ന് നമ്മൾ കയറി വന്ന വഴിയാണ്. മുകളിൽ ആൽമരങ്ങൾ, പേരാലും അരയാലും ഒക്കെ, അതുപോലെ തന്നെ മറ്റു മരങ്ങളൊക്കെ ധാരാളം വളർന്നു നിൽക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. യാത്രകൾ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നതാണല്ലോ. കുഞ്ഞി ഇതാ എൻ്റെ മുൻപിൽ നടന്നു പോവുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളും ആ കേവിൻ്റെ ഉൾഭാഗവുമാണ്. ഇതാ ഇവിടെ ഒരു ആർച്ച് പോലെയുള്ളൊരു ഭാഗമുണ്ട്. വളരെ മനോഹരമായൊരു ഭാഗം. ഇതാണ് ഈ കേവിൻ്റെ ഒരു ത്രില്ലിംഗ് പ്ലേസ്. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ ഇരുത്തിയിട്ട് അവളിപ്പം അവിടെ ഇരുന്നോളും. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനുണ്ട്. വിലാസുഖം കേവ്സ് നാച്ചുറലായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കേവാണിത്. അപ്പോൾ അതിനുള്ളിലേക്ക് ഞങ്ങൾ കയറി വന്നിരിക്കുകയാണ്. ഏകദേശം 100 മീറ്ററോളം നീളത്തിൽ പല മലകളുടെ ഇടയിലായിട്ട് ഉള്ള ഒരു കേവാണ്. ധാരാളം ആർച്ചുകൾ പോലെ കല്ലുകളുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ആർച്ചിൻ്റെ രൂപത്തിലാണ് കല്ലുകളുള്ളത്. അപ്പോൾ കുഞ്ഞി എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഈ വലിയ ആർച്ചിനുള്ളിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തെ അവൾ പുറകെ സിഗ്നൽ ചെറുതായിട്ട് കൊടുത്താൽ മതി. അവിടെ കളറും കല്ലിൻ്റെ കളറും ഒരുപോലെ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാണിക്കുന്നത് കേവ്സിൻ്റെ അതിമനോഹരമായ ഒരു ഏരിയ. കല്ലുകളുടെ ഒരു ശില്പ ഭംഗി കണ്ടോ, നാച്ചുറലായിട്ടുണ്ടായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ കാണാം ധാരാളം പെരുന്തേനീച്ച കൂടുകൾ. പുതിയതായിട്ട് നിർമ്മിക്കുന്നവയാണ്. എല്ലാ വർഷവും ഇത് ചെത്തിയെടുക്കുന്നതാണ് അവർ. കുഞ്ഞി വാ. അപ്പോൾ കുഞ്ഞിക്ക് ഇറങ്ങി വരാനുള്ള സിഗ്നൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാ. ചാടി ഓടി വരുന്നുണ്ട്. ഓടിക്കളിക്കാനല്ല. അപ്പോൾ ഇത് ഇവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുഞ്ഞി അവിടെ കയറിയിരുന്നു. ഇവിടെ ഇരുന്നു. അവിടെ കയറി കയറി. ആ ഹേയ് ഒച്ചോക്കല്ലേ. അവിടെ കയറി. ആ അവിടെ ഇരുന്നു. അവിടെ ഇരിക്കവിടെ.
അവിടെ ഒരു ചെറിയ ഷൗട്ടിങ് ഇല്ലെങ്കിൽ അവൾ ഇരിക്കുകയില്ല. ഇനി അവിടെ ഇരുന്നോളും, ഇനി ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ കല്ലുകളുടെയൊക്കെ ഒരു ഭംഗി ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. ഇത് ലൈം സ്റ്റോൺ ആണ്. അപ്പോൾ കാലാകാലങ്ങളിൽ വെള്ളം അവിടുന്ന് ഒഴുകി ഒഴുകി വന്നിട്ട് ഡിസൈനുകളായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതുണ്ടോ, ഇതെല്ലാം ലൈം സ്റ്റോൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയൊക്കെയുള്ള ശില്പങ്ങൾ പോലെ ഇത് കാലാകാലങ്ങളിൽ മുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുമ്പോൾ ഈ കല്ലിലുള്ള ലൈം സ്റ്റോൺ ഒഴുകി വന്നിട്ട് ഇങ്ങനെ ചെടികൾ പോലെയും വേരുകൾ പോലെയും ഒക്കെ നമുക്ക് കാണപ്പെടുന്നതാണ്. എൻ്റെ നേരെ മുകളിലുമുണ്ട് അതുപോലെ ഒരു ഭാഗം. നമ്മുടെ ക്യാമറയ്ക്ക് പരിമിതികളുള്ളതുകൊണ്ടാണ് കൂടുതൽ സൂം ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ ഇവിടുന്ന് പൊട്ടിപ്പോയതോ ഒഴുകിപ്പോയതോ ഒടിഞ്ഞു പോയതോ ഒക്കെ ആയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് പോകാം. ഇതിനുള്ളിൽ നിന്നും വെള്ളം ഒഴുകി വരാനുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. കോൺക്രീറ്റ് ഇട്ട ശേഷം ഇത് കോൺക്രീറ്റ് ചെയ്ത് ബലവത്താക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഭാഗമാണിത്. ഇതിൻ്റെ അകത്ത് മുഴുവൻ നരിച്ചീറുകളും പ്രാവും കുഞ്ഞുങ്ങളാണ് കൂടുതൽ. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോകാം, പക്ഷേ ഇപ്പോൾ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോകാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ തനിച്ചായതുകൊണ്ട് നമുക്ക് കയറിപ്പോകാൻ താല്പര്യമില്ല. ഇത്രയൊക്കെ നമ്മൾ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഓരോ കുഴിയാനയെ കണ്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുഴിയാനയുണ്ട്. തുമ്പികൾ ഉണ്ടാകുന്നത് കുഴിയാനയുടെ ഇതിൽ നിന്നാണ്. തുമ്പി മുട്ടയിടുന്നതാണ് കുഴിയാന. അപ്പോൾ ഇതുണ്ടോ, ലൈം സ്റ്റോൺ കണ്ടു കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിലെ കല്ലുകൾ കിട്ടുന്ന പോലെ, പവിഴങ്ങൾ കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കും. കുഞ്ഞി എങ്ങോട്ടോ പോയിട്ടുണ്ട്. അവൾ കുഞ്ഞി ഇങ്ങോട്ട് മാറിയിരുന്നേരി. ആണ്ട് ഇവിടെ ഇങ്ങോട്ട് മാറിയിരി. അവിടെ ഇരുന്നേ, പോരാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വളരെ മനോഹരമായ ലൈം സ്റ്റോണിൻ്റെ ഒരു വലിയ ഗുഹ. ഇതിനുള്ളിലോട്ടൊക്കെ നമുക്ക് കയറിപ്പോകാം. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴുള്ള കുഴപ്പം, കുഞ്ഞിനെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലോട്ട് പോകാത്തത്. ഇതുണ്ടോ, കയറിപ്പോകാൻ പറ്റും. അതിന് ഇവിടുന്ന് കയറിപ്പോയി അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒന്ന് കയറി നോക്കട്ടെ. ഏതായാലും ഇവിടെ വന്നതല്ല. കുഞ്ഞി അവിടെ നിൽപ്പുണ്ട്. അവൾ പാഞ്ഞു വരുമോ എന്നറിയില്ല. ഇത്രയേ ഉള്ളൂ ഈ ഗുഹ. ഇതുണ്ടോ, ആ ഞാനിവിടെ ഉണ്ട്, എങ്ങും പോകുന്നില്ല. അവൾ സിഗ്നൽ തന്നതാ. ഇതുണ്ടോ, അപ്പോൾ ഞാൻ ഇച്ചിരി മുകളിലോട്ട് കയറിയതാണ്. ഇനി ഇറങ്ങാനാണ് പാട്. ഓ, ഇവിടെ ചവിട്ടി. തമിഴ്നാട്ടിലായിരുന്നു, ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വരിക, 50 രൂപ തരിക, കയറി പോകുക എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പം അടച്ചു പൂട്ടി വെച്ചതിന്. എന്നിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ 50 രൂപ, ഇങ്ങോട്ട് തിരിയുമ്പോൾ 50 രൂപ. ഇതിപ്പം ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് നമുക്ക് നല്ല രീതിയിൽ ഇത് കാണാനുള്ള അവസരം തന്നിട്ടുണ്ട്. ആർക്ക് വേണേലും ഇതിലെ വേണേലും കയറിപ്പോവാം. അങ്ങനെ പോയിരുന്നാൽ എടുക്കാം, നശിപ്പിക്കാതിരുന്നാൽ മതി. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ നോക്കുന്നുണ്ട്. ഇവിടെ ഈ ഗുഹയ്ക്കകത്തോട്ട് പോകാനുള്ളൊരു മാർഗമുണ്ട്. പക്ഷേ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല. ഇതുണ്ടോ, അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് വേറെ സാഹചര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരി, കുഞ്ഞിനെയും കൂട്ടി ഞാൻ ഉള്ളിലോട്ടൊന്ന് പോകാം. കുറച്ച് ദൂരം കൂടി ഉള്ളിലോട്ട് പോകാം. ബാ 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 പോവാം. വന്നേ, ഓടിവാ, ചാട്, പാടി വാ. വരാൻ ഒരു മടി. ഓടിവാ, ഇറങ്ങ് കുഞ്ഞി. വാ. അപ്പം ഞങ്ങൾ ഉള്ളിലോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം കൂടി നടന്ന് നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും. അവിടെയൊക്കെ മൂത്രം ഒഴിക്കല്. ഇനി വാ, ഇനി വാ എൻ്റെ കുഞ്ഞി. അവിടെ നിന്നും പോയി ഓടിക്കയറാതെ. ഇവിടെ ഒരു ചെറിയ പൊട്ടിപ്പോയ കല്ലാണ്.
ഇവിടെ കയറിയിരുന്നേ, ഇവിടെ കയറി, ഇവിടെ കയറി, ഇവിടെ കയറി, ഇവിടെ കയറി, കയറി വാ, അവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ, ഇരുന്നേ, ഇരിക്കേ. കുഞ്ഞീദേവി, ഇതാ കുഞ്ഞീദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. വേണ്ട കുഞ്ഞീദേവി ഇരിക്കുന്നത്, കുഞ്ഞീദേവിയാണോ? അത് ശരി, കുഞ്ഞീദേവിയുടെ പ്രതിഷ്ഠ കണ്ടോ? ഇപ്പോൾ കുഞ്ഞീദേവി പതിയെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ പുറകെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു കുഴപ്പം ഇതേ ഉള്ളൂ, ആൾക്കാർ വന്ന ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ വെച്ചിട്ട് പോകും. ഇവിടെയൊക്കെ വെള്ളം ഒഴുകി വരുന്ന ഭാഗമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ചെറിയ തടയണ പോലെ അകത്തോട്ട് വെള്ളം കയറാതെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വയറൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ മനോഹരമായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. 6 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ആണ്. ഇവിടെ നിന്നുള്ള ഗുഹയുടെ ഒരു വ്യൂ ഭയങ്കര മനോഹരമാണ് കേട്ടോ. ബില്ല കേവ്സിൽ നമ്മൾ കഷ്ടപ്പെട്ട് വന്നെങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും മനോഹരമായ ഒരു കേവ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതുണ്ടോ മുകളിലൊക്കെ ലൈം സ്റ്റോണിൻ്റെ ഒരു ശില്പം പോലെ വെള്ളം ഇറങ്ങി ആ ലൈം സ്റ്റോൺ ഒഴുകി വന്ന് നിൽക്കുന്ന ഒരു രീതിയാണ്. മഴക്കാലമാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഐസ് പാളി പോലെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിൽക്കും. അത് കഴിയുമ്പോൾ അത് അടന്നു പോകും. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ആ വൈറ്റ് കളറിൽ കാണുന്ന അങ്ങനെ ലൈം സ്റ്റോൺ ഒഴുകി വന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ ശില്പം പോലെ അത് നമുക്ക് കാണാൻ പറ്റും. മേഘങ്ങൾ ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വലിയൊരു കോട്ടയ്ക്കുള്ളിൽ നമ്മൾ നിൽക്കുന്ന പോലെയുള്ള കാഴ്ചയാണ്. അതേസമയം തന്നെ നമ്മുടെ കുഞ്ഞി ഇവിടെ വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം പൊത്തിലും പോയി കയറുമോ എന്നുള്ള പേടിയാണ് എനിക്ക്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ പേടി. അപ്പം നമ്മൾ 3ാമത്തെ കവാടം വേണമെങ്കിൽ അങ്ങനെയും പറയാം. 3ാമത്തെ ആർച്ചാണിത്. ബാ, വേറെ ഒരു പണിയില്ല ഇതിനൊക്കെ. അതുകൊണ്ട് അവിടെ ഒന്നെങ്കിൽ മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ അത് കാഷ്ടിക്കണം. ഗുഹയുടെ ഉള്ളിലോട്ട് വന്നാണ് കേട്ടോ. ഇതുണ്ട്, ഇത് ശരിക്കും ഒരു ആർച്ച് ഗുഹ, വമ്പൻ സെറ്റപ്പ്. മുകളിലേക്ക് മലയാണ്, മലയുടെ അടിവാരമാണിത്. നമ്മൾ ഈ ഡോമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് അവിടെ ഒരു കാളി നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ഉരുളങ്കല്ല് താഴോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു കാലക്രമേണ. അപ്പോൾ ഒരാർച്ച് കഴിഞ്ഞ് അടുത്ത ആർച്ചിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ എന്തെല്ലാമോ പരിപാടികൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ടൊരു ചെറിയ ഗുഹ പോലെയാണ്. എന്താ സംഭവം എന്നറിയില്ല. വേരുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ മേളിൽ നിന്ന് ഇറങ്ങിയ വേരുകളൊക്കെ മുറിച്ചിട്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്ന പണ്ട് വല്ലോ റെസ്റ്റോറൻറ്റോ അങ്ങനെ വല്ലതും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതായിരിക്കണം. ഇത് മറ്റൊരു കേവാണ്. അത് മുളയൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. പക്ഷേ പിന്നീടത് മുഴുവൻ എടുത്ത് മാറ്റി. ഇതൊക്കെ വേരുകൾ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്, ഒരു നാച്ചുറൽ ഇത് കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ ഗുഹ ഒരു അവിസ്മരണീയമായ ഒരു സംഭവം തന്നെയാണ്. ഇത് ബ്രിട്ടീഷുകാരാണ് ഈ ഗുഹ കണ്ടുപിടിച്ചത്. 1885 തോന്നുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ വരാൻ തുടങ്ങിയത്. അതുവരെ ഇത് ഭൂമിക്കുള്ളിൽ മറഞ്ഞു കിടന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വെച്ച് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മുടെ കോട്ടകളൊക്കെ കാണാൻ പോയപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്രാമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒറ്റപ്പെട്ട ഒരു മലയുടെ അടിവാരമാണ്. ഇതിൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് കണ്ടിരുന്നു.
ഇതാ നമ്മൾ പിന്നെയും ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ്. പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, പെരുമ്പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ തീർത്തും വിജനമായ പ്രദേശം കൂടിയാണ്. കുഞ്ഞി പിന്നെ കരടിയുണ്ട്. ഈ മലയിൽ കരടിയുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഇവിടെ മനുഷ്യവാസമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരവില്ല. അതുകൊണ്ട് ഇവിടെ എന്തെല്ലാമോ ജീവികളെയൊക്കെ പിടിച്ച് കൊന്നിട്ടിരിക്കുന്നതൊക്കെ കാണാം. ഇതുണ്ട്, അതിൻ്റെയൊക്കെ തോല കിടക്കുന്നത്. കരടിയുടെയാണെന്ന് തോന്നുന്നു. എന്തിൻ്റെ എല്ലാമോ തോല്. അതോ ഇനി ആടിൻ്റെയോ കേട്ടോ, ആട്ടും തോല. അപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കടുവയോ ചീറ്റയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. ഇതുണ്ടോ, ആടിനെ കൊന്ന് തിന്നിരിക്കുന്നതിൻ്റെയൊക്കെ ഇത് കാണാം. ഇനിയിപ്പം ഇവിടെ ഉള്ളവർ കൊന്നു തിന്നാണോ എന്നറിയില്ലത്തേ. അവിടെ നിന്നൊരു ചാലിറങ്ങി വരുന്നത്തെ അവിടെയൊക്കെ ആടിൻ്റെ വേസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വന്യജീവികളുള്ള സ്ഥലമാണ് കേട്ടോ. ചീറ്റയായിരിക്കും കൂടുതലും, കടുവ കാണില്ല, ചീറ്റയായിരിക്കും. അപ്പോൾ അവൻ ഒരാടിനെ പിടിച്ച് അടിച്ചു കൊണ്ടുവന്ന് തിന്നിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ കാണും, മുകളിൽ കാണും. അപ്പോൾ നല്ല സ്മെല്ലുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വന്ന ആൾക്കാർ ഇവിടെ 2-3 പേര് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, ബില്ലാസുഖം കേവ്സിൻ്റെ വെളിയിലേക്ക് നമ്മൾ പോവുകയാണ്. കടപ്പക്കല്ലുകളുടെ മറ്റൊരു വേർഷനാണിത്. അപ്പോൾ ബില്ലാസുഖം കേവ്സിലോട്ട് വരാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല ഇതിലേക്ക്. നമ്മൾ ഇവിടെ നന്ദിയാലയിലെത്തിയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അങ്ങനെ ഞാൻ 70 കിലോമീറ്റർ ചവിട്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ പറ്റിയതെന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റായതുകൊണ്ട് നമുക്ക് സൈക്കിൾ ചവിട്ടി വരാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ പതിയെ വെളിയിലേക്ക് പോവുകയാണ്. ഇവിടെ എന്തോ ഒരു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കരിങ്കല്ലൊക്കെ അടുക്കി വെച്ച്. അപ്പോൾ ഇവിടെ പല തെലുങ്ക് സിനിമകളുടെയും ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ്. അതാണ് ഇവിടെ കുറേ കലങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ കുറേ കലങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് കണ്ട ആ 2 ഈറ്റ കൊണ്ടുള്ള ഷെഡുകളൊക്കെ ആ സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൂടാതെ ആ വേരുകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടതും ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷന് വേണ്ടി ഉണ്ടാക്കിയ സാധനം സെറ്റിട്ടതാണ്. അപ്പോൾ നമ്മൾ ബില്ലാസുഖം കേവിൻ്റെ വെളിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. കുഞ്ഞി വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇനി അവളെ കയറാൻ വിട്ടാലും പ്രശ്നമില്ല. അപ്പോൾ കുഞ്ഞി ഞാനിവിടെ പതിയെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ധാരാളം അണ്ണാൻകുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഉച്ച നേരം ആയതുകൊണ്ട് അവർ ചാടിക്കളിച്ച് ഓടിക്കളിച്ച് നടക്കുകയാണ്. അപ്പോൾ അക്കൂടെ കുഞ്ഞിയും വാലും പൊക്കി നടപ്പുണ്ട്. പിന്നെയുള്ള ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ പതിയെ നടന്നാൽ പതിയെ നടക്കും. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വിടുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാഞ്ഞൊരൊറ്റ പോക്കാണ്. ആ ബെൽറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് എങ്ങാനും എങ്ങോട്ടേലും ഒന്ന് പാഞ്ഞാൽ ചാടിക്കയറി ചവിട്ടാമെന്ന് ഓർത്തിട്ടതാണ്. അപ്പോഴത്തെ ഞങ്ങൾ പതിയെ ബില്ലാസുഖം കേവ്സിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ കണ്ടിട്ട് വെളിയിലേക്ക് പോവുകയാണ്. – 1885 ശേഷമാണ് ഈ കേവ് കണ്ടുപിടിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാരാണ് ഈ കേവ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ ധാരാളം പ്രാവുംകൂട്ടങ്ങളെ കാണാൻ പറ്റും. അവരുടെ കൂടുകളൊക്കെയാണ് മുകളിൽ. അതുപോലെ തന്നെ തേനീച്ചക്കൂടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മഴക്കാലത്താണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് കുത്തി വീഴുന്നതാണ്, മലയുടെ മുകൾ ഭാഗത്ത് നിന്ന്. അപ്പോൾ കാണാൻ വളരെ ഭംഗിയുമാണ്. അതുപോലെ തന്നെ ഈ നിൽക്കുന്നതൊക്കെ വേരുകളല്ല, ചുണ്ണാമ്പ് കല്ലുകൾ, കല്ലായതുകൊണ്ട് അത് കാലക്രമേണ ആ കല്ലിനുള്ളിലുള്ള ചുണ്ണാമ്പ് വെള്ളത്തോടൊപ്പം വന്നിട്ട് അത് കട്ടിയായതാണ്. അതിൻ്റെ മുകളിലൊക്കെ പ്രാവുകൾ ഇരിക്കുന്നത് കാണാം. ഇതും അതുപോലെ തന്നെയാണ്, ചുണ്ണാമ്പ് കല്ല് മുകളിൽ നിന്ന് ഒഴുകി വന്ന് താഴേക്ക് വന്നത് പല ശില്പങ്ങൾ പോലെ നിൽക്കുന്നതാണ്. അങ്ങനെ ബില്ലാസുഖം കേവ്സിൻ്റെ ഉള്ളിൽ
മനോഹരമായ ഏകദേശം 100 മീറ്ററോളമുള്ള ഒരു കേവാണിത്. ഇതിലും വലിയ കേവുകൾ ഇവിടെ ആന്ധ്രയിലുണ്ട്, അതും നമുക്ക് സന്ദർശിക്കണം. അതിന് മുന്നോടി എന്ന രീതിയിൽ ഞാൻ കാണാൻ വന്ന കേവാണിത്. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ കേവിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വളരെ മനോഹരമായ കേവ്. പല പല ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട് ഇങ്ങോട്ട്. നമ്മൾ മുമ്പ് പോയപ്പോൾ ഇവിടെ നിറയെ ആളുകളായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് പ്രവേശിച്ചില്ല. ഇത് കണ്ടോ, ഇതിനുള്ളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും, ആ മുകളിലേക്ക്. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാത്തത്. ഇവിടെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റും. വേണ്ട കേവിനുള്ളിലേക്ക്. മറ്റു വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു.